ഹായ്, അങ്ങനെ ദൃശ്യം 3 കണ്ടിരിക്കുന്നു. ജീത്തു ജോസഫ് സിനിമയുടെ എല്ലാ ഭാഗത്തും ജീത്തു ജോസഫിന്റെ സിഗ്നേച്ചർ ഇങ്ങനെ പതിപ്പിച്ചു വെച്ചിരിക്കുന്നു. പല സിനിമകളും നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ അതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതങ്ങനൊന്നുമല്ല. അതായത് ജീത്തു ജോസഫിന്റെ കയ്യൊപ്പുകൾ എല്ലാ സ്ഥലത്തും പതിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സിനിമ എങ്ങനെയുണ്ടെന്നല്ലേ? സിനിമ കിടിലം. അതായത് എന്താ പറയുക, ദൃശ്യം 1 എന്ത് ഇമ്പാക്റ്റ് ആണോ മലയാള സിനിമയിൽ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയത്, അതിനേക്കാൾ അല്ലെങ്കിൽ അതിനോട് പിടിക്കുന്ന രീതിയിൽ ഒരു സെക്കൻഡ് പാർട്ട് വന്നു. സെക്കൻഡ് പാർട്ട് കൊറോണ കാലത്താണ് വന്നത്. അന്ന് OTTയിൽ അത് ട്രെൻഡിങ്ങിൻ്റെ ഒരു എക്സ്ട്രീം ആയിരുന്നു. അപ്പോൾ ദൃശ്യം 1ഉം 2ഉം കഴിഞ്ഞപ്പോൾ 3 വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ മേലെ ഇനി എങ്ങനെയാണ് ഒരു ത്രില്ലർ, ഒരു എന്താ പറയുക, ഇത്ര ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ എങ്ങനെ ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ അന്ന് മുതൽ എല്ലാവർക്കും ഉണ്ട്. കുറേ ആളുകൾ പ്രേക്ഷകർ നോക്കി കാണുന്നത് ഇതിന് മുകളിലേക്ക് ജീത്തു ജോസഫിന് ഇനിയൊരു ക്ലൈമാക്സ് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഇന്നത്തോടു കൂടി തീർന്നിട്ടുണ്ട്. ദൃശ്യം 3ൻ്റെ ക്ലൈമാക്സ്, സെക്കൻഡ് ഹാഫ് ഒക്കെ പൊളിയാണ്. ഞാൻ ഈ സെക്കൻഡ് ഹാഫ് പൊളിയാണെന്ന് പറയാൻ കാരണം ഫസ്റ്റ് ഹാഫിൽ നമുക്ക് സിനിമ കുറച്ച് ലാഗായിട്ട് ഞാനും ആലോചിച്ചു, ഈ ദൃശ്യം 1ഉം 2ഉം ഒക്കെ കണ്ട ഒരു ഇമ്പാക്റ്റ് എന്താണ് ഈ ഫസ്റ്റ് ഹാഫിൽ കിട്ടാത്തതെന്ന് വിചാരിച്ചു. കുറച്ച് മെലോ ഡ്രാമ ഇങ്ങനെ കൂടുതലുള്ള പോലെ ഈ സിനിമ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഇൻ്റർവെല്ലിനോട് അടുക്കുന്ന സമയത്തൊരു ഇൻ്റർവെൽ ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഗംഭീരം. ഞാൻ കൂടുതൽ സിനിമയിലേക്ക് പറയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പോയിലർ എലമെൻസുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ മേഖല ഒന്നും പറയുന്നില്ല. സെക്കൻഡ് ഹാഫിൽ പടം നമ്മളെ സീറ്റിൽ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സീറ്റ് എഡ്ജ് മൂവി രീതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു മൊമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ സീക്വൻസ് ഉണ്ട്. സൂപ്പർ. ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ സിനിമ വല്ലാത്തൊരു പീക്ക് ലെവലിലേക്ക് കയറി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി എന്തായാലും റിവ്യൂ കണ്ടിട്ട് പല ആളുകളും വലിയ എക്സ്പെക്റ്റേഷനിൽ പോകുമ്പോൾ ചിലപ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട്. ആ രീതിയിൽ ഇതിനെ കാണേണ്ടതില്ല. ഞാൻ ഫസ്റ്റ് ഷോ തന്നെ കണ്ട ഒരു ഇമ്പാക്റ്റാണ് ഉള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് ലാലേട്ടൻ്റെ പെർഫോമൻസ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ സാധാരണ ആ ജോർജ് കുട്ടിയായിട്ട് അയാൾ ദൃശ്യം 1ലും 2ലുമുള്ള ജോർജ് കുട്ടിയുടെ ഒരു പാറ്റേൺ അയാൾ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ശൈലിയുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് സീനൊക്കെ എത്തുമ്പോഴേക്കും ഇയാളുടെ അഭിനയത്തിൻ്റെ കുറേ മൂർധന്യങ്ങൾ നമുക്ക് ദൃശ്യമാകുന്നു ദൃശ്യം 3ൽ. മറ്റൊന്നും ഈ സിനിമയെക്കുറിച്ച് പറയാനില്ല. എന്തായാലും തിയേറ്ററിൽ ഒരു മസ്റ്റ് വാച്ച് മൂവിയായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സിനിമ തന്നെയാണ് ദൃശ്യം 3.